ഭൂമിയുടെ കൂടുതൽ ആഴങ്ങളിലേക്ക് തുരന്നുപോയി ക്രൂഡ് ഓയിൽ എടുത്ത് അത് ശുദ്ധീകരിച്ചപ്പോഴാണ് പെട്രോൾ, ഡീസൽ പോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടായത്. സ്വർണം, ഇരുമ്പ് പോലെയുള്ള പദാർത്ഥങ്ങൾ, അതുപോലെയുള്ള മൂലകങ്ങളും ഭൂമിയിൽ നിന്നാണ് നാം കുഴിച്ചെടുക്കുന്നത്. കാർബൺ വകഭേദങ്ങളായ ചിരട്ട, ഗ്രാഫൈറ്റ്, ചാരം തുടങ്ങിയ വസ്തുക്കൾക്ക് വളരെ കുറഞ്ഞ വില നൽകുമ്പോൾ അതേ കുടുംബത്തിൽപ്പെട്ടതായ വജ്രത്തിന് നാം വലിയ വില നൽകേണ്ടി വരുന്നു. ഭൂമിയെ മാത്രമല്ല, മനുഷ്യ മനസ്സുകളെ നന്നായി കടഞ്ഞെടുത്താൽ നല്ല വിശിഷ്ടമായ ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭിക്കും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്ഫിറാനിഹി ഔ യുമജ്ജിസാനിഹി. എല്ലാ മക്കളും ജനിക്കുന്നത് നല്ല ശുദ്ധമായ പ്രകൃതിയിലാണ്. അവർ ആരാകണം എന്ന് തീരുമാനിക്കുന്നത്, അതായത് അവരുടെ മനസ്സിനെ കളങ്കമറ്റതാക്കണോ അല്ലെങ്കിൽ കൂടുതൽ കളങ്കമുള്ളതാക്കി മനുഷ്യന് കൂടുതൽ വിപത്തുള്ളവനാക്കണോ, സമൂഹത്തിന് ദോഷം ചെയ്യുന്നവനാക്കണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അവന്റെ മാതാപിതാക്കൾക്കാണ്, അല്ലെങ്കിൽ അവൻ ആരോടെല്ലാം സഹവസിക്കുന്നുവോ അവരാണ്.